അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് ഇഫ് എവരി എലമെൻറ്റ് ഓഫ് എ ഗ്രൂപ്പ് ജി കോമ്പോസിഷൻ ബി ഇറ്റ്സ് ഓൺ ഇൻവേഴ്സ് ദെൻ ഇറ്റ് ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ്. അതിൻ്റെ കൂടെ മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഈസ് ദി കോൺവേഴ്സ് ട്രൂ? ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് എവരി എലമെൻറ്റ് ഓഫ് എ ഗ്രൂപ്പ് ജി കോമ്പോസിഷൻ ബി ഇറ്റ്സ് ഓൺ ഇൻവേഴ്സ്. ജിക്കകത്തുള്ള ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ജിക്കകത്തുള്ള എല്ലാ എലമെൻസും ഇഫ് എവരി എലമെൻറ്റ് ഓഫ് ജി ബി ഇറ്റ്സ് ഓൺ ഇൻവേഴ്സ്, ഏതൊരു എലമെൻറ്റും ജിക്കകത്തുള്ള ഏതൊരു എലമെൻറ്റും അതിൻ്റെ തന്നെ ഇൻവേഴ്സാണ്, ദെൻ വി മസ്റ്റ് പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ ജിക്കകത്തുള്ള ഏതൊരു എലമെൻറ്റും അതിൻ്റെ തന്നെ ഇൻവേഴ്സ് ആണെങ്കിൽ ജി എന്ന് പറയുന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അബീലിയൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്താൽ മതി? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ജി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണെന്ന് അറിയാം, പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ 2 എലമെൻറ്റ്സ് എടുക്കുന്നു. ലെറ്റ് എ കോമ ബി എലമെൻറ്റ് ഓഫ് ജി, ലെറ്റ് എ കോമ ബി എലമെൻറ്റ് ഓഫ് ജി. ദെൻ we can say that by the given property every element be its own inverse, then we can write A inverse is equal to A and B inverse is equal to B. അപ്പോൾ എയും ബിയും ജിക്കകത്തെ എലമെൻറ്റ്സ് ആണെങ്കിൽ എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്ന എ തന്നെയായിരിക്കും, ബിയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി തന്നെയായിരിക്കും. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? അബീലിയൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അബീലിയൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് സിൻസ് എ ബി എലമെൻറ്റ് ഓഫ് ജി, സിൻസ് എ ബി എലമെൻറ്റ് ഓഫ് ജി, എ കോമ്പോസിഷൻ ബി എലമെൻറ്റ് ഓഫ് ജി. റീസൺ എന്താ? ബൈ ദി ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി നമുക്ക് ഗ്രൂപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും? ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഇഫ് എ ബി എലമെൻറ്റ് ഓഫ് ജി ദെൻ വി ക്യാൻ സേ ദാറ്റ് എ കോമ്പോസിഷൻ ബി ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ജി. ദെൻ ബൈ ദി പ്രോപ്പർട്ടി ഓഫ് ജി, ജിയിലെ എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടി എന്താ? ഏതൊരു എലമെൻറ്റും അതിൻ്റെ തന്നെ ഇൻവേഴ്സിന് ഈക്വലാണ്. ദെൻ എ കോമ്പോസിഷൻ ബി ക്യാൻ ബി റിട്ടൺ ആസ് എ കോമ്പോസിഷൻ ബി ദി ഹോൾ ഇൻവേഴ്സ്. ഏതൊരു എലമെൻറ്റും അതിൻ്റെ തന്നെ ഇൻവേഴ്സിന് ഈക്വലാണ്. അപ്പോൾ എ കോമ്പോസിഷൻ ബി ജിയിലെ എലമെൻ്റാണ്. സോ വി ക്യാൻ റൈറ്റ് എ കോമ്പോസിഷൻ ബി ഈസ് ഈക്വൽ ടു എ കോമ്പോസിഷൻ ബി ദി ഹോൾ ഇൻവേഴ്സ്. വട്ട് ഈസ് എ ബി ദി ഹോൾ ഇൻവേഴ്സ്? വി സ്റ്റഡീഡ് earlier. എ ബി ദി ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഓർ എ സ്റ്റാർ ബി. A star B the whole inverse is equal to B inverse star A inverse or A B the whole inverse is equal to B inverse A inverse or A composition B the whole inverse is equal to B inverse composition A inverse. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? എ കോമ്പോസിഷൻ ബി ദി ഹോൾ ഇൻവേഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് ബി ഇൻവേഴ്സ് കോമ്പോസിഷൻ എ ഇൻവേഴ്സ്. That is equal to, what is B inverse? B inverse is equal to B. And what is A inverse? A inverse is equal to A. So we get A composition B is equal to B composition A. Therefore we can say that the operation composition is commutative. ഇപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് കിട്ടി. Therefore G composition is an abelian group. We can say that G composition is an abelian group. Then second question is the converse true? ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ജി എന്ന് പറയുന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പാണെങ്കിൽ, if G is an abelian group then every element of G be its own inverse. G എന്ന് പറയുന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ ആ അബീലിയൻ ഗ്രൂപ്പിലെ എല്ലാ എലമെൻസും അതിൻ്റെ തന്നെ ഇൻവേഴ്സിന് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺവേഴ്സ് ട്രൂ ആണോ എന്നാലോചിച്ച് നോക്കിയേ. കോൺവേഴ്സ് എന്ന് പറയുന്നത് ഈസ് നോട്ട് ട്രൂ ആണ്. കോൺവേഴ്സ് ഈസ് നോട്ട് ട്രൂ. ദി എക്സാമ്പിൾ ഈസ്, ഏത് എക്സാമ്പിൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഒരു അബീലിയൻ ഗ്രൂപ്പാണ് ഇസഡ് വിത്ത് അഡീഷൻ എന്ന് പറയുന്നത്. ഇസഡ് വിത്ത് അഡീഷൻ ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ്. ഇസഡിനകത്തുള്ള എലമെൻറ്റ്സ്
എലമെൻസിൻ്റെ ഇൻവേഴ്സുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1ൻ്റെ ഇൻവേഴ്സ് -1 ആണ്, 2ൻ്റെ ഇൻവേഴ്സ് -2 ആണ്, പിന്നെ -5ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ മിക്ക എലമെൻറ്റ്സ് എടുത്താലും അതിൻ്റെ ഇൻവേഴ്സുകളെന്ന് പറയുന്ന അതേ എലമെൻ്റ് അല്ല അല്ലേ. പക്ഷേ ആരാണ്? 0യുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. അപ്പോൾ 0യുടെ ഇൻവേഴ്സ് മാത്രമേ 0 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ഒരു എലമെൻറ്റിൻ്റെയും ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആരല്ല? അതേ എലമെൻ്റ് അല്ല. സോ ദി കോൺവേഴ്സ് ഈസ് നോട്ട് ട്രൂ. അപ്പോൾ ഇസഡ് വിത്ത് അഡീഷൻ എന്ന് പറയുന്നത് ഇതിന് എന്താണ് ട്രൂ അല്ല എന്നുള്ളതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ബാക്കി നോട്ടിൽ എഴുതിയിട്ടുണ്ട്, അത് വായിച്ച് നോക്കിയാൽ മതി.